സിനിമ അങ്ങനെ ഒരു മാജിക്കാണ്. എൻ്റെ ക്യാരക്ടർ അതിനൊപ്പം താണുപോകല്ലേ എന്നൊരു പ്രാർത്ഥന കൂടെ ഉണ്ട്. കാരണം എല്ലാം അത്രയും മിടുക്കന്മാരാണ് കൂടെ ഉള്ളതൊക്കെ. ഇപ്പം പറഞ്ഞ പോലെ ഇപ്പം അരുൺ എങ്ങനെയാണ് ഈ മൂവിയിലേക്ക് എത്തിപ്പെടുന്നത്? ഇതിൻ്റെ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ത്രെഡ് എന്തായിരുന്നു ഈ മൂവി ഒരു തോട്ട് പ്രോസസ്സ് വന്നതും ഈ മൂവി ഒരു ഉൾക്കൊള്ളാനുള്ളൊരു എങ്ങനെയാണ് ഇതിലേക്ക് ഒരു ത്രെഡ് വന്നത്? ഇത് നമ്മൾ ത്രെഡ് വന്നത് നമ്മൾ രഞ്ജിത്തും ഞാനും കൂടി ചേർന്നിട്ട് ഒരു സിനിമ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രഞ്ജിത്തിൻ്റെ ബാക്ക് സിനിമകൾ നോക്കിയപ്പോൾ ഗൾബ്, മൈക്ക്, ഗോളം, അല്ലെങ്കിൽ ഗോളത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഞാൻ ഈ സബ്ജക്റ്റ് നരേറ്റ് ചെയ്യണത്. പിന്നെ ഗൾബിലെയും ഗോളത്തിലൊക്കെ ക്യാരക്ടർ നോക്കാറ്. അപ്പോൾ രഞ്ജിത്തിൽ നിന്ന് ഒരു പ്രേക്ഷകൻ ഇന്നത് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൊരു എൻ്റെ തോന്നലാണെന്നറിയില്ല, അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, നമ്മൾ ഇപ്പോൾ കണ്ടു വന്ന സിനിമകളിൽ രഞ്ജിത്ത് അല്ലാത്തൊരു രഞ്ജിത്തിനെ അവതരിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായി എപ്പോഴും. ആ സമയത്ത് എൻ്റെ ഫാമിലിയിലുള്ള ചില ആൾക്കാരുടെ ചില ഇഷ്യൂസൊക്കെ വെച്ച് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു കോണ്ടന്റ് കിട്ടി. ഞാൻ അത് അലക്സ് സാറായിട്ട് ഡിസ്കസ് ചെയ്തു. സാറ് കുറച്ച് സാധനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ ഇത് നമ്മൾ വേറൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യം വന്നത്. അപ്പോൾ ആ സിനിമ മാറ്റിയിട്ടാണ് ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്തുന്നത്. പിന്നെ അത് പിന്നെ ചർച്ചകളിൽ കൂടി ഡെവലപ്പായി അവസാനം നമുക്കൊരു നരേറ്റ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ ആൻമാമിൻ്റെ അടുത്ത് കഥ പറയണത്. അത് രഞ്ജിത്തും ഉണ്ടായിരുന്നു. രഞ്ജിത്തിനെ വെച്ച് ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രഞ്ജിത്തിൻ്റെ സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു. പക്ഷെ രഞ്ജിത്തിൻ്റെ ക്യാരക്ടർ അത്രമാത്രം അതിലൊരു രഞ്ജിത്തിനെ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്നൊക്കെ രഞ്ജിത്തിന് ഡൗട്ട് ഉണ്ടാവും.